പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ഒക്ലഹോമ പ്രയലിനോട് ബന്ധത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർ, ദൈവമക്കൾ, പ്രത്യേകിച്ച് ഈ പ്രയലിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പ്രിയ സാജൻ ബ്രദർ കുടുംബം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസൻ, ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ 11 മാസക്കാലം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു, നമ്മുടെ ശുശ്രൂഷകളെ കർത്താവ് മാനിച്ചു. ഈ വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ വീണ്ടും നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവം അനുവദിക്കുന്നെങ്കിൽ 2016 കിടക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ നിലവാരം എവിടെ ആയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിങ്ങളോട് പറയുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 14 വേഴ്സ് 1. അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഇസ്രായേലിലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇസ്രായേലിലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 28-ാമത്തെ പുസ്തകമാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകം. 14 അധ്യായങ്ങൾ ഇതിനകത്തുണ്ട്. ഈ അധ്യായങ്ങളിൽ 298 മുന്നറിയിപ്പുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 152-ൽ പരം പ്രവചന വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. നിവർത്തിയായത് 134, നിവർത്തിയാകാത്ത 17 പ്രവചന വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ ഉള്ള ഈ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടത് ഇസ്രായേലിൽ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ആത്മീയവും ധാർമ്മികവുമായ നിലവാര തകർച്ചയുടെ നടുവിൽ യഹോവയായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, സന്നിധിയിൽ നിന്ന് ഇസ്രായേൽ മക്കൾ അകന്നുപോയി ന്യായവിധിയിൽ അകപ്പെട്ട് വീണ് കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വസ്തനായ ദൈവം ഇസ്രായേൽ മക്കളെ വീണ്ടും മടക്കി വരുത്തി ദൈവസന്നിധിയോട് അടുപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകനായ ഹോശേയയിലൂടെ വെളിപ്പെടുത്തിയ മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് എന്ന് ഈ രാത്രി സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വായിച്ചു കേൾപ്പിച്ചത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവം വിശ്വസ്തനായ ദൈവമാണ്, ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനതയുടെ നിലവാര തകർച്ചയുടെ ഒരു ചരിത്രമാണ് ഈ ഹോശേയ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 14 അധ്യായങ്ങളെ രണ്ടായിട്ട് വിഭജിച്ച് നമുക്ക് പഠിക്കാം. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ ദുർമാർഗിയായ ഒരു ഭാര്യയും വിശ്വസ്തനായ ഒരു ഭർത്താവിനെയുമാണ് വരച്ചു കാണിക്കുന്നത്. ഭർത്താവിൽ നിന്ന് അകന്നുപോയി മറ്റ് വ്യക്തികളുമായി ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൗതികമായ തെറ്റിൽ അകപ്പെട്ട് അവിശ്വസ്തയായ ഒരു ഭാര്യയും, എന്നാൽ അത് കണ്ടുപിടിച്ചിട്ടും അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും അവളെ സ്വീകരിക്കുവാൻ താല്പര്യമുള്ള സ്നേഹിക്കുന്ന വിശ്വസ്തനായ ഒരു ഭർത്താവിനെയുമാണ് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ വിഗ്രഹാരാധികളായ ഇസ്രായേൽ മക്കൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ മക്കൾ, അവരുടെ ചരിത്രം. അവിടെയും വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടുമാണ് ഈ 4 മുതൽ 14 വരെ ഉള്ള വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ പ്രമാണം വിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ അകന്നു പോകുന്ന ഇസ്രായേൽ മക്കൾ, വീണ്ടും വീണ്ടും പാപം ചെയ്യുന്ന ഇസ്രായേൽ മക്കൾ, അതിന്റെ നടുവിലും വിശ്വസ്തനായ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹ നിവർത്തി ഹോശേയ പ്രവാചകനിലൂടെ പ്രവചന വാക്യത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവ ചരിത്രമാണ് 4 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് പാരമ്പര്യം ഒത്തിരി പറയുവാനുള്ള ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയത്? നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ഒത്തിരി പാരമ്പര്യമുണ്ട്. അവർ സാധാരണ പറയുന്ന ചില പാരമ്പര്യ വാക്കുകളുണ്ട്. അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, മോശ ഞങ്ങളുടെ നേതാവാണ്, ന്യായപ്രമാണം ദൈവം ഞങ്ങൾക്കാണ് തന്നിരിക്കുന്നത്, അത്ഭുതങ്ങളിലൂടെ മരുഭൂമിയിൽ ഞങ്ങളെയാണ് ദൈവം വഴി നടത്തിയത്, ദൈവം ഞങ്ങളുടെ ദൈവമാണ് എന്നൊക്കെ ഒത്തിരി പറയുവാൻ, ആരാധനയെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ചൊക്കെ ദൈവം ഞങ്ങളോടാണ് സംസാരിച്ചിട്ടുള്ളത്. ഒത്തിരി പറയുവാനുണ്ട്. അങ്ങനെ പാരമ്പര്യം പറയുവാൻ, മറ്റുള്ളവരെ പോലല്ല, ജാതികളെ പോലല്ല, ഞങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ആളുകളാ, ദൈവത്തിന്റെ സ്വന്തം ജനമാ, ദൈവത്തിന്റെ മക്കളാ എന്നൊക്കെ പറയുവാൻ ഒത്തിരി പാരമ്പര്യമുള്ള ആളുകൾ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ദൈവം പറയുന്നു, അവർ എന്നെ വിട്ട് അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകനിലൂടെ പറയുകയാണ്, അവരെ മടങ്ങി വരണം. ഇസ്രായേൽ എന്നിട്ട് ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് നീ മടങ്ങി വരണം. നിന്റെ അകൃത്യ നിമിത്തമാണ്
നീ വീണിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വീഴ്ചയിലായിരിക്കുകയാണ്. ആ വീഴ്ചയിലായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ മടങ്ങി ദൈവസന്നിധിയിൽ വരണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകരിലൂടെ ആ പ്രവചന ശബ്ദം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പിന്മാറി പോകാൻ കാരണം? ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം എന്താ? എവിടെയാണ് അവർ വീണത് എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി ദൈവാത്മാവിൽ സ്വല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവരുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറി. ഒന്നാമത്തെ അവരുടെ കുഴപ്പം പറ്റിയത്, അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാൻ കാരണം, വീഴാൻ കാരണം ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള ആശ്രയം മാറി. അവിടെ കൊടുത്തിരിക്കുന്നത്, അവർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. മിസ്രൈമിലെ പോലെ മിസ്രൈമ്യർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചാണ് അവരുടെ ജീവിതം. അതേ അനുഭവത്തിലേക്ക് ദൈവജനവും പോയി. അത് മാത്രമല്ല, യിരെമ്യാവിന്റെ പുസ്തകം 17:5 കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്, മനുഷ്യരിൽ ആശ്രയിച്ച ജഡത്തെ തന്റെ ഭുജമാക്കി മാറ്റുകയാ. മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് ജഡത്തെ തന്റെ ഭുജമാക്കി മാറ്റി. ആ വേദഭാഗമാണ് 14:4 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം നഷ്ടപ്പെട്ട് മറ്റു പലതിലും ആശ്രയിക്കുന്ന ഒരു ജനമായിട്ട്, അല്ലെങ്കിൽ ലോക മനുഷ്യനെ പോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജനമായിട്ട് ഇസ്രായേൽ മക്കൾ മാറുന്ന കാഴ്ചയാണ് ആ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കേണ്ട ദൈവജനം, ദൈവത്തെ പിൻപറ്റേണ്ട ദൈവത്തിന്റെ ജനം ലോകത്തിലേക്ക് പോയാൽ, മനുഷ്യരിൽ ആശ്രയിച്ചാൽ, തന്റെ കഴിവിൽ, തന്റെ പണത്തിൽ, തന്റെ അധികാരത്തിൽ ആശ്രയിച്ചാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഹലോ, നിങ്ങൾക്കെന്നെ കേൾക്കാമോ? ശ്രദ്ധിച്ചാട്ടെ. നാം വായിച്ച വേദഭാഗം ഹോശേയ പ്രവചന പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യമാണ്. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവർ വീഴ്ചയിലായിരിക്കുന്നു. അവരെ മടക്കി കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ഹോശേയ പ്രവാചകനിലൂടെ അവരെ മടങ്ങി വരുവാനുള്ള ആഹ്വാനം കൊടുക്കുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവർ പിന്മാറി പോകുവാനുള്ള കാരണത്തിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ അവർ ദൈവത്തിൽ നിന്നുള്ള ആശ്രയത്തിൽ നിന്ന് അവർ മാറിപ്പോയി. ദൈവിക ആശ്രയത്തിൽ നിന്ന് മാറിപ്പോയി അവർ തങ്ങളുടെ കൈവേലകളിൽ ആശ്രയിക്കുകയാണ്, രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുകയാണ്. മനുഷ്യരിൽ ആശ്രയിച്ച ജഡത്തെ തന്റെ ഭുജമാക്കി യഹോവയിൽ നിന്ന് അവർ വിട്ടുമാറുകയാണ്. അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് അവർ വീഴ്ചയിൽ അകപ്പെട്ടിരിക്കുന്നു. അവരെ മടക്കി വരുത്തുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ ഹോശേയ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നത്. എന്താണ് അവരുടെ വീഴ്ചകൾക്കുള്ള കാരണങ്ങൾ? എന്താണ്? ആ വേദഭാഗത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരാൻ പോകുകയാണ്. ഞാൻ കഴിഞ്ഞ സ്വല്പം നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞല്ലോ, അവർ ദൈവത്തോട് അടുത്തു നിന്ന ജനമാണ്, ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച ജനമാണ്. പാരമ്പര്യമായി അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, മോശ ഞങ്ങളുടെ നേതാവാണ്, ന്യായപ്രമാണം ഞങ്ങൾക്കാണ് ദൈവം തന്നിരിക്കുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ മരുഭൂമിയിൽ ഞങ്ങളെ നടത്തിയത് ഞങ്ങളുടെ ദൈവമാണ് എന്നൊക്കെ ഒത്തിരി പാരമ്പര്യം പറയുവാനുള്ളവർ ഇന്ന് വീഴ്ചയിലായിരിക്കുന്നു. ദൈവസന്നിധിയിൽ അവർ അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് അവരെ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് മടക്കി വരുത്തുവാനുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്നു. എന്താണ് അവരുടെ വീഴ്ചയ്ക്കുള്ള കാരണങ്ങൾ? അത് വിശുദ്ധ ഹോശേയ പ്രവാചന പുസ്തകത്തിൽ 4-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചാൽ അവരുടെ വീഴ്ചയ്ക്കുള്ള കാരണങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത്, അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞു. ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ ന്യായപ്രമാണം അവർ മറന്നു കളഞ്ഞു. ഒന്നാമത്തെ അവരുടെ വീഴ്ചയായിട്ട് 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നുപോയത് കൊണ്ട്, അതിനെ ലഘൂകരിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? 1-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, സത്യം അവരുടെ ഇടയിലില്ല, ദയയില്ല, ദൈവിക പരിജ്ഞാനമില്ല. അവർ ആണയിടുന്നു, ഫോഷ്കു പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, ഭവനഭേദനം നടത്തുന്നു. നിരവധി വിഷയങ്ങൾ വെളിപ്പെടുന്നത് കണ്ടോ? ദൈവത്തിന്റെ ന്യായപ്രമാണം അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ, നമ്മൾ മാറിപ്പോയാൽ സംഭവിക്കുന്നത് സത്യം നഷ്ടപ്പെടുകയാ, ദയയില്ലാതെ മാറുകയാ, ദൈവിക പരിജ്ഞാനമില്ല, ഫോഷ്കു പറയുക, കൊല ചെയ്യുകയാ, മോഷ്ടിക്കുകയാ, വ്യഭിചരിക്കുക, ഭവനഭേദനം നടത്തുകയാ. അത് മാത്രമല്ല, 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞു, അവർ മത്സരിക്കുകയാണ്. അവർ ദൈവത്തോടെ മത്സരിക്കുന്നു.
അവർ ദുശാഠ്യമുള്ള ജനമായി മാറുന്നു. അവർ പെരുകും തോറും ദൈവത്തിൽ നകന്ന് പാപം ചെയ്യുന്നു. വിഗ്രഹങ്ങളുടെ കൂട്ടാളികളായി അവർ മാറുന്നു. ആ പിതാക്കന്മാർ വെച്ച അതിരുകൾ അവർ മാറ്റുന്നു. ഇതെല്ലാം 4-5 അധ്യായങ്ങളിൽ ഒരു കുറ്റപത്രമായി ഇസ്രായേൽ മക്കളുടെ മുൻപിൽ പ്രവാചകനിലൂടെ ദൈവം സമർപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണമേ. 5:7 പറയുന്നു, അവർ യഹോവയോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. വിശ്വസ്തനായ ദൈവം വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് അനുഭവിക്കുന്ന ദൈവജനം ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നില്ല. ന്യായവും നീതിയും നഷ്ടപ്പെട്ട് ജീവിക്കുകയാ. ദൈവിക പരിജ്ഞാനം നഷ്ടപ്പെട്ട് ജീവിക്കുകയാ. അത് മാത്രമോ, വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം 5:4 തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവർത്തികൾ സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ മുൻ പറഞ്ഞ പ്രവർത്തികൾ ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിപ്പിക്കുന്നില്ല. കാരണം പ്രവർത്തികൾ ദോഷമാണ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയത്തിന് കാരണമാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതിനെ തിരുത്തുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സാധിക്കുന്നില്ലെന്ന് 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു. എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയും അരുത്. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ ചിന്താഗതി. ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവിക പ്രമാണം നഷ്ടപ്പെട്ട് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് നീതി നഷ്ടപ്പെടുത്തി ന്യായം നഷ്ടപ്പെടുത്തി വല്ലാത്ത ഒരു അനുഭവത്തിൽ ലോകമനുഷ്യരെ പോലെ ജീവിക്കുന്ന അനുഭവത്തിലാണെങ്കിലും ആരും എന്തോ ചെയ്യരുത്, വാദിക്കരുത്, ആരും ശാസിക്കരുത്, തിരുത്താൻ ആരും ശ്രമിക്കരുത്. ഈ ഒരു ധാരണയിൽ മുൻപോട്ട് പോകുകയാണ്. ഇതേ അവസരത്തിൽ തന്നെ ആരാധനയൊക്കെ ഭംഗിയായിട്ട് ചടങ്ങ് പോലെ നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, യാഗങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷേ അവർ വിഗ്രഹാരാധികളായി മാറിപ്പോയി എന്നാണ് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശ്രദ്ധിക്കണമേ ദൈവം ഇതിലെ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, 5:15 പറയാണ്, അവർ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ സമ്മതിക്കുന്നില്ല. ആ പ്രവർത്തികൾ ദോഷമുള്ളതാണ്. അത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണ്. ദൈവിക പ്രമാണങ്ങൾ മറന്നുപോയാൽ, ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ മാറിപ്പോയാൽ, ദൈവ സ്നേഹത്തിൽ നമ്മൾ അകന്നുപോയാൽ, നീതിയും ദയയും നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ, ദൈവിക പരിജ്ഞാനത്തിൽ നമ്മൾ അകന്നുപോയാൽ, ഫോഷ്ക്ക് പറയാൻ നമ്മൾ തയ്യാറായാൽ, തെറ്റിലേക്ക് നമ്മൾ പോയാൽ സംഭവിക്കുന്ന കാര്യം ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാ, നമ്മൾ വീഴ്ചയിലേക്ക് പോവുകയാ. ഇവിടെ മടങ്ങി വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല, ദൈവം പറയുക. അപ്പോൾ സ്വയം കുറ്റം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറ്റം ദൈവത്തിൽ നകന്നു പോകുവാനുള്ള കാരണം നാം തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു മടങ്ങി വരവ് സാധ്യമാകുകയുള്ളൂ. ഞാൻ ഈ വേദഭാഗങ്ങൾ ചിന്തിച്ചപ്പോ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആത്മീയ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ ഈ ഒരു പശ്ചാത്തലം മുൻപിൽ വെളിപ്പെട്ടു വരികയാണ്. ആരാധനയും ആരാധനാലയങ്ങളും യാഗങ്ങളും പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും ഒന്നും മുടക്കമില്ല. ക്രമമായി ചടങ്ങായി നടക്കുമ്പോൾ തന്നെ ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എന്തൊക്കെയാ? ദൈവിക പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയില്ലേ? ആരാധനയിലൂടെ വെളിപ്പെടേണ്ട വിടുതലുകൾ നഷ്ടപ്പെട്ടു പോയില്ലേ? ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇന്ന് നമുക്ക് സാഹചര്യങ്ങൾ ഒത്തിരി അനുകൂലമാണ്. നാം പ്രതീക്ഷിക്കാത്ത ഒത്തിരി നന്മകൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നുണ്ട്. ഇവിടെ സംഭവിച്ചതുപോലെ അവർ പെരുകുന്തോറും അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്യുന്നു, ലോകത്തിലേക്ക് പോകുകയാ, ദൈവിക പ്രമാണത്തിൽ നിന്ന് വിട്ടുമാറുകയാ. അതുകൊണ്ട് ആത്മീയ സന്തോഷം നമ്മുടെ ഇടയിലില്ല. ആലയത്തിനകത്തെ സന്തോഷം കെട്ടുപോയി. വളർന്നു വരേണ്ടത് പലതും കട്ടകളുടെ ഇടയിൽ കിടക്കുന്നു. തലമുറകൾക്ക് വളർച്ചയില്ല. ആത്മീയ അനുഭവങ്ങൾ അവർക്ക് വെളിപ്പെടുന്നില്ല. ദൈവമക്കളെ, ഇവിടെ ദൈവം പറയുന്നു ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. 2015 ഡിസംബർ മാസത്തിൽ ദൈവം പറയുന്നു ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്.
എവിടേക്ക് നമ്മൾ മടങ്ങി വരണം? ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ദൈവം വിശ്വസ്തനായ ദൈവമാ. ദൈവം ഇപ്പോഴും ആ പഴയതുപോലെ ഇപ്പോഴും ഉണ്ട്. അവൻ നിൽക്കുന്നിടത്ത് തന്നെ ഉണ്ട്. അകന്നു പോയത് നമ്മളാണ്. നാം ദൈവിക പ്രമാണം വിട്ട് ലോകത്തിലേക്ക് പോയി. നമ്മുടെ ആരാധനകളൊക്കെ ഒരു സ്പിരിച്വൽ എന്റർടൈൻമെന്റ് ആയി മാറി. നമ്മുടെ യോഗങ്ങളൊക്കെ ഒരു ആഘോഷങ്ങളായി മാറി. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കേണ്ടത് കഴിച്ച് നേർന്നത് നിവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആത്മീയ അനുഭവങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. ഈ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആത്മീയ ലോകം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് കർത്താവ് വ്യക്തമായി പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് എന്നെ തിരിച്ചറിഞ്ഞ് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും, അവരോടുകൂടെ അവരുമായി ഒരു കൂട്ടായ്മ. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ, ആരാധനകൾ പക്ഷേ ഞങ്ങൾക്ക് ഉണ്ട്, അതുപോലെ പ്രാർത്ഥന എല്ലാം ശരിയാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതചര്യത്തിലും എല്ലാം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ദൈവം ആവർത്തിച്ച് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മടങ്ങി വരണം. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ അഹംഭാവം പറയാൻ ഒത്തിരിയുണ്ട്, പാരമ്പര്യം ഒത്തിരിയുണ്ട്. പക്ഷേ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. കണ്ടോ, അവരെ വിളിക്കും തോറും അവർ അവനെ വിട്ടകന്നു പോകുക. നമ്മൾ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ തലമുറകൾ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ആത്മീയ അനുഭവങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയില്ലേ? നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത്, ഇന്നത്തെ നമുക്ക് അനുഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മുടെ പിതാക്കന്മാരുടെ ആരാധനകളിലുള്ള സന്തോഷം ഇന്നുണ്ടോ? സത്യം ഇന്നുണ്ടോ? തമ്മിൽ കാണുമ്പോൾ ഒന്ന് കൈകൊടുക്കുമ്പോൾ അതൊരു സത്യത്തിന്റെ പ്രതീകമായി മാറുന്നുണ്ടോ? കാണുമ്പോൾ പുഞ്ചിരിയും പുറത്ത് പല്ലുകടിയുമല്ലേ സംഭവിക്കുന്നത്? സഹോദരനെ നിസാര എന്ന വാക്ക് പറഞ്ഞാൽ കൊലപാതകിയാണെന്ന് പുസ്തകം പറയുമ്പോൾ ആരുടെ മാറുന്ന നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? അകത്തു കയ്പും പുറത്ത് ശരിയുമായി നടക്കുന്ന ആത്മീയ അനുഭവങ്ങൾ ഒത്തിരി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ? ദൈവമക്കളെ ഓർത്തുകൊള്ളുക, ദൈവത്തിൽ നമ്മൾ ഒത്തിരി അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന നമ്മുടെ ഇടയിൽ തന്നെ ആരുടെയ വിവാഹ മോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, കുടുംബ തകർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, മറുപടിയില്ലാത്ത പ്രാർത്ഥനകൾ നമ്മുടെ ഇടയിൽ ആവർത്തിച്ച് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടേക്ക് മടങ്ങി വരണം? മടങ്ങി വരണം എന്നുള്ള ആഹ്വാനം വീണ്ടും വീണ്ടും കർത്താവ് ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രസംഗം പെട്ടെന്ന് വരത്തില്ലായിരിക്കാം. കാരണം നമുക്കെപ്പോഴും ഇഷ്ടം ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്, വിടുവിക്കുന്ന വാക്കുകളാണ് നമുക്ക് ആവശ്യം. എന്നാൽ വിടുതൽ എന്ന് പറയുന്ന പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം, ദൈവത്തോട് അടുത്തായിരിക്കണം, ദൈവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമ്മൾ എവിടെ വീടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കുറ്റം തിരിച്ചറിഞ്ഞ് കുറ്റം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവങ്കിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എവിടേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ് തുടർന്ന് നിമിഷങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എവിടേക്ക് മടങ്ങി വരണം? എന്തിലേക്ക് നമ്മൾ മടങ്ങി വരണം? ദൈവത്തിലേക്ക് മടങ്ങി വരുന്നവൻ എന്തിലേക്കാണ് മടങ്ങി വരേണ്ടത്? ഒന്ന്, നാം ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരണം. ശ്രദ്ധിച്ചു കേൾക്കണമേ ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. പക്ഷേ ഞങ്ങൾ ദൈവസന്നിധിയിലല്ലേ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കാം. എന്നാൽ ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ അതുവരെ ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം അന്ന് മോശയോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല, എന്നാൽ ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, നീ അതെല്ലാം മുൻപിൽ നിന്നും അവർക്ക് എടുത്തു കൊടുക്കണം. പക്ഷെ മോശ അന്നേരം പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ മുൻപോട്ട് ഞങ്ങൾ പോവുകയില്ല, ഞാൻ ഇവിടുന്ന് മുൻപോട്ട് പോകത്തില്ല. അപ്പോ മോശയ്ക്ക് ഏറ്റവും വലുത് ദൈവ സാന്നിധ്യമായിരുന്നു. മുൻപിൽ വെളിപ്പെട്ട നന്മകളല്ലായിരുന്നു, അല്ലെങ്കിൽ ദൈവം വാക്ക് പറഞ്ഞ കൊടുക്കാമെന്ന് പറഞ്ഞ നന്മകളല്ലായിരുന്നു. അപ്പോൾ ഈ ദൈവമക്കൾ മടങ്ങി വരേണ്ടത് ദൈവ സാന്നിധ്യത്തിലേക്കാണ്. അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഇന്ന് നാം കാണുന്ന പല സ്റ്റേജുകളിലും മൈക്ക് കൊടുക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ അവരെല്ലാം ഇങ്ങനെ പറയാറുണ്ട്, ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു പാസ്റ്ററെ, എർത്ത് പോലെ തോന്നിച്ചു, കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ തോന്നിച്ചു,
തണുപ്പ് അനുഭവപ്പെട്ടു, കുളിർ അനുഭവപ്പെട്ടു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ പുസ്തകത്തിൽ നാം പഠിച്ചാൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരെല്ലാം, ദൈവത്തെ കണ്ടിട്ടുള്ളവരെല്ലാം എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്? നമുക്കറിയാം, യോഹന്നാൻ സ്നാപകർ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. യേശു കർത്താവ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ എന്ത് കാണാൻ പോയി? കാറ്റിനാൽ ഒലിയുന്ന ഓടയോ? അല്ല, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണ്. യേശു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ കാലഘട്ടത്തിൽ യോഹന്നാൻ ശുശ്രൂഷിക്കാൻ ഇറങ്ങുമ്പോൾ ജനം മുഴുവൻ അത്ഭുതത്തോടെ അവനെ നോക്കി, ഒരു നേതാവിനെ കാണുന്നത് പോലെ നോക്കി. കാരണം ശുശ്രൂഷ അത്ര നല്ലതായിരുന്നു. അവൻ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. യേശു കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് മുതൽ യോഹന്നാന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാ ആ പോകുന്നു ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. വേറെ ഭാഗത്ത് പറഞ്ഞു, ഞാനോ കുറയണം, എന്നിൽ അവൻ വളരണം. നോക്കിയട്ടെ, ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ യോഗ്യതകളല്ല വെളിപ്പെടുന്നത്, നമ്മുടെ അയോഗ്യതകളാണ് വെളിപ്പെടുന്നത്. അതുവരെ ഞാൻ ഏതാണ്ടാണെന്ന് ഭാവിച്ചു നിൽക്കുമ്പോൾ ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ സെക്കൻഡിൽ തന്നെ നമ്മൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെ യോഗ്യതകളല്ല, നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണ് നമ്മൾ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാണ് നമ്മൾ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ അയോഗ്യതകൾ നമുക്ക് മനസ്സിലാകുന്നില്ല? ഞാൻ ഏതാണ്ട് വലുതാണെന്നുള്ള ഭാവമല്ലേ, അഹംഭാവമല്ലേ ഇസ്രായേൽ മക്കളുടെ കൂട്ട് നമ്മളിൽ വെളിപ്പെടുന്നത്, ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുന്നത്? പടകിൽ യേശു കയറിയപ്പോൾ പത്രോസിന് മാറ്റമൊന്നുമില്ല. പത്രോസ് പറയുന്നത്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഈ പടകും വലയും കടലും. എന്നാൽ സ്വല്പനേരം കഴിഞ്ഞപ്പോ പടകിൽ മീൻ നിറഞ്ഞു. കർത്താവിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ മീൻ നിറഞ്ഞു കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി, കയറിയത് സാധാരണക്കാരനല്ല, ദൈവസാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു. യേശുവിനെ അവൻ അറിഞ്ഞ സെക്കൻഡിൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. കണ്ടോ, സ്വല്പം മുമ്പ് വരെ എല്ലാം അറിയാവുന്ന ഭാവമായിരുന്നെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് കണ്ടോ, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ. ദൈവമക്കളെ, ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ പാപങ്ങൾക്ക് മാറ്റം വരാത്തത് എന്താ? സക്കായി മരത്തേൽ ഇരിക്കുന്നതിന് മുൻപ് അവന് യേശുവിനെ അറിയാം, പക്ഷെ മാറ്റമൊന്നുമില്ല. അവനൊരു നേതാവായി നിൽക്കുകയാ, ടാക്സ് കളക്ടറായി നിൽക്കുകയാ, പിടിച്ചുപറിക്കാരനായി നിൽക്കുകയാ. എന്നാൽ യേശു അവന്റെ ഭവനത്തിൽ വരുമ്പോൾ, അവന്റെ സാന്നിധ്യം അവൻ തിരിച്ചറിയുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അധികമായി പിരിച്ചിട്ടുള്ളതെല്ലാം ഞാൻ മടക്കി കൊടുക്കും. കണ്ടോ, പാപങ്ങൾക്ക് മാറ്റം വരികയാ. ശതാധിപനായ മനുഷ്യൻ, അവൻ 100 പടയാളികൾക്ക് അധിപനാണ്. എന്നാൽ വാസ്തവമായി അവൻ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അധിപനായി നിന്നവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. യോഗ്യതയല്ല അവിടെ വന്നത്, അയോഗ്യതയാ വെളിപ്പെട്ടത്. യോഗ്യതയല്ലേ, അയോഗ്യതയാ. എന്നെ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ അഭിഷിക്ത ദൈവദാസിദാസന്മാരെ, ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുമ്പോ, അതുകൊണ്ട് അന്ന് പഴയ കാലത്ത് ദൈവസാന്നിധ്യത്തിനകത്തുള്ളവർ ആരാധനയിൽ കരയുന്നത് കണ്ടിട്ടില്ലേ? മനസ്താപത്തോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ വീണത് കണ്ടിട്ടില്ലേ? കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞത് കണ്ടിട്ടില്ലേ? മാനസാന്തര അനുഭവത്തിലേക്ക് ജനം വരുന്നത് കണ്ടിട്ടില്ലേ? ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരാധനകളിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ വെളിപ്പെടുന്നുണ്ടോ? അന്നവർ വാസ്തവമായി ദൈവസാന്നിധ്യം അനുഭവിച്ചു. ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ അവർ ആയിരുന്നപ്പോ അവർ തങ്ങളെ തന്നെ കണ്ടു. ജീവിതത്തിലെ കുറവുകൾ അവർക്ക് വെളിപ്പെട്ടു. ആരും പറയാതെ അവർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ വീണു. കരഞ്ഞു വിലപിച്ചുകൊണ്ട് അവർ ഏറ്റുപറഞ്ഞു. ഉപേക്ഷിക്കേണ്ടതിനെ അവർ ഉപേക്ഷിച്ചു. ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവാകും ദൈവത്തെ അവർ ആരാധിച്ചു. സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. അവരുടെ ആരാധനകളിൽ അത്ഭുതങ്ങൾ നടന്നു. രോഗികൾ സൗഖ്യമായി. ആരാധനയിൽ ഭൂതങ്ങൾ വിട്ടുപോയി. പ്രാർത്ഥനയുടെ ശക്തി അവരുടെ ഓരോ മീറ്റിങ്ങുകളിലും വെളിപ്പെട്ടു. ഐക്യത വെളിപ്പെട്ടു. സന്തോഷം വെളിപ്പെട്ടു. സമാധാനം വെളിപ്പെട്ടു. സ്വസ്ഥത വെളിപ്പെട്ടു. അവരുടെ അടുക്കിലേക്ക് വരുന്നവർ പറഞ്ഞു, ദൈവദാസന്റെ അടുക്കൽ വന്നപ്പോൾ ഒരു സമാധാനമുണ്ടായി. ദൈവജനത്തിന്റെ കൂട്ടായ്മയിൽ വന്നപ്പോൾ സമാധാനമുണ്ടായി. അതാ ദൈവമക്കളെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവജനം മടങ്ങി വരണം. പോയത് ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് ജനം മടങ്ങി വരണം. ദൈവജനം മടങ്ങി വരണം. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് ദൈവജനം മടങ്ങി വരണം. ശബരിയാക്കാറ്റ് സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞു, പിതാവിനെ ആരാധിക്കുന്നവർ
ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. കാരണം ദൈവം ആത്മാവാണ്. ആത്മാവാം ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടണം. ഈ ലോകത്ത് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധ്യമല്ല. പാട്ടുകൾ ഒത്തിരി നമ്മുടെ ആരാധനകളിലുണ്ട്, പ്രസംഗങ്ങൾ ഒത്തിരി ആരാധനകളിൽ വെളിപ്പെടുന്നുണ്ട്, എല്ലാ ശുശ്രൂഷകളും പടിപടിയായി നടക്കുന്നുണ്ട്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആത്മാവിന്റെ നിറവ് ഈ ശുശ്രൂഷകളിൽ എവിടെയൊക്കെ വെളിപ്പെടുന്നു? യേശു കർത്താവ് 3.5 വർഷം ശുശ്രൂഷിച്ചു. 3.5 വർഷം ശുശ്രൂഷ ഒരിക്കലും പരാജയമായിരുന്നില്ല. ഓരോ ശുശ്രൂഷകളും ജയമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നത് ഇങ്ങനെയാണ്: നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ആത്മശക്തി യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ആത്മാവിന്റെ ശക്തി അവനിൽ വെളിപ്പെട്ടത് കൊണ്ട്, ആത്മാവ് അവനെ നടത്തിയത് കൊണ്ട്, അവനിലൂടെ വെളിപ്പെട്ടതെല്ലാം ജയത്തിന്റെ ശുശ്രൂഷകളായിരുന്നു. അതുകൊണ്ടല്ലേ യേശു കർത്താവ് 3.5 വർഷം താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ മറ്റൊരു ഗുരുവിനേക്കാൾ ശ്രേഷ്ഠ ഗുരുവായ യേശു കർത്താവിന്റെ കീഴിൽ നിന്ന് പഠിച്ച് ശുശ്രൂഷ ചെയ്ത ശിഷ്യന്മാരോട് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞെന്താണ്? നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്ത പരിശുദ്ധാത്മാവിന് വേണ്ടി യെരൂശലേമിൽ പോയി നിങ്ങൾ കാത്തിരിക്കണം. ജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആത്മശക്തി കൂടാതെ നടക്കുകയില്ല. ദൈവജനം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ പോയി കാത്തിരിക്കണം. ശിഷ്യന്മാരുടെ യേശു കർത്താവ് പറയുക, പഠിച്ചത് യേശുവിന്റെ കൂടെയില്ലേ? ഏറ്റവും നല്ല ഗുരുവിന്റെ കീഴിൽ നിന്നല്ലേ പഠിച്ചത്? യേശു കർത്താവല്ലേ അവർക്ക് അധികാരം കൊടുത്തത്? ആ അധികാരത്തിലല്ലേ അവർ ഭൂതങ്ങളെയും രോഗികളെയും ഒക്കെ ശാസിക്കുകയും സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തത്? എന്നിട്ടും യേശു പറഞ്ഞത് എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. കാരണം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ സത്യം വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മ ശക്തി ഇല്ലാത്ത ഒരാൾക്ക് സത്യത്തിൽ നടക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആത്മാവാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷ ജയകരമായി മാറാൻ കാരണം പരിശുദ്ധാത്മ ശക്തി അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു. ആത്മനിറവ് അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു. പൗലോസ് പറയുന്നു, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ഏക ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രസംഗിക്കുന്നത് മനുഷ്യരോടാണ്, പ്രവചിക്കുന്നത് മനുഷ്യരോടാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം മനുഷ്യരോടാണ്. എന്നാൽ ഒരു വ്യക്തി, ഒരു ദൈവപൈതൽ ദൈവവുമായി ബന്ധപ്പെടുന്നത് ഏത് വിഷയത്തിലാണ്? പ്രാർത്ഥന എന്ന വിഷയത്തിലാണ്. കാരണം പ്രാർത്ഥന മനുഷ്യരോടല്ല, പ്രാർത്ഥന മനുഷ്യരെ കേൾപ്പിക്കാനല്ല, പ്രാർത്ഥന ദൈവത്തോടാണ്. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കണം. പരിശുദ്ധാത്മ ശക്തി ഒരുവന്റെ മേൽ ഉണ്ടെന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളം അന്യഭാഷയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ സാധാരണ പറയാനുള്ള കാര്യമുണ്ട്. അന്യഭാഷ പറയുന്നതിലൊന്നും അല്ല കാര്യം. ദൈവം ഇതിനെ ഇങ്ങനെ പറഞ്ഞ് ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് അന്യഭാഷയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മനിറവ് നഷ്ടപ്പെട്ടു. വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടെടുത്തൊക്കെ പുതിയ നിയമം പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവസഭ ആത്മാവ് വന്നപ്പോൾ പറഞ്ഞത് അന്യഭാഷയാണ്. ആത്മനിറവിലുള്ള ആരാധനകളിലേക്ക് ജനം മടങ്ങി വരണം. ഞാൻ ആ വേദഭാഗങ്ങൾക്ക് വഴി സമയമില്ലാത്തത് കൊണ്ട് മുൻപോട്ട് ഞാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അന്യഭാഷ അടയാളത്തോടുകൂടി ആരാധിച്ച് അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ആത്മാവ് ഒരുവന്റെ മേലുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടും. ഭയങ്ങൾ മാറും. നമ്മളിൽ ആരാ വലിയവെന്നുള്ള ചിന്തകൾ മാറും. ലോകത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരും. ദൈവത്തിലെ ആ കാലഘട്ടത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം. പരിശുദ്ധാത്മാ ശക്തിയിലേക്ക് മടങ്ങി വരണം. അതിനുവേണ്ടി ഹല്ലേലൂയ പഴയ കാലങ്ങൾ ചെയ്തതുപോലെ ഹല്ലേലൂയ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാനുള്ള കൂട്ടായ്മകൾ നമുക്കുണ്ടാവണം. കാത്തിരിപ്പ് യോഗങ്ങൾ ഉണ്ടാകണം. നമ്മുടെ പഴയ പാട്ടുകൾ എന്തായിരുന്നു? പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന പാട്ടുകളുണ്ടോ നമുക്ക്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മശക്തി ഉണ്ടോ? ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി കരയുകയാണ്. അവർക്ക് നല്ലതുപോലെ ഡ്രംസ് വായിക്കാനോ കീബോർഡ് വായിക്കാനോ പാട്ട് പാടാനൊക്കെ കഴിവുണ്ട്. പക്ഷേ ദൈവമക്കളെ, ഈ ലോകത്ത് സാത്താനോട് എതിർത്തു നിൽക്കുവാൻ അതുകൊണ്ട് സാധ്യമല്ല. ആത്മശക്തി ഇല്ലാത്തവന് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ കഴിയില്ല.
സ്കൂളുകൾ, കോളേജുകളിൽ നിവർന്നു നിൽക്കുവാൻ, ഈ പൈശാചിക പ്രവർത്തികളോട് കൂട്ടായ്മ ചേരാതെ എതിർത്തു നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവശക്തി കൂടിയേ പറ്റത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മ ശക്തി നമ്മുടെ തലമുറയിലേക്ക് അന്യഭാഷ അടയാളത്തോടെ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ? എന്താ പഴയ പാട്ടുകൾ? പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ ഇന്ന് നിറയ്ക്കണേ നാഥ. ആ പാട്ടുകളൊക്കെ നമ്മുടെ നടുവിൽ നിന്ന് പോയി. ആരാധനകൾ മുറക്കി നടക്കുന്നു, ചടങ്ങ് പോലെ നടക്കുന്നു, എല്ലാ പ്രവർത്തികളും നടക്കുന്നു, പക്ഷേ ആത്മശക്തിയില്ല. യേശു ആത്മശക്തിയോടെ ഗലീലിലേക്ക് മടങ്ങി. പിതാവ് അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. അവൻ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെ അടിച്ചു, നന്മ ചെയ്തു. പുസ്തകം പറയുന്നു, പിശാചിന്റെ പ്രവർത്തനത്തെ അടിക്കണമെങ്കിൽ, നന്മ ചെയ്യണമെങ്കിൽ, സത്യം വെളിപ്പെടണമെങ്കിൽ, പോഷ്ക്ക് പറയാതിരിക്കണമെങ്കിൽ, അപവാദിയാകാതിരിക്കണമെങ്കിൽ ആത്മശക്തി നമ്മുടെ മേൽ ഉണ്ടാകണം. ആത്മാവ് നമ്മളെ നടത്തണം. മൂന്നാമത്, തിരുവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. പൗലോസ് അപ്പോസ്തലൻ തീമോഥെക്ക് ലേഖനം പറയുന്നു, കെട്ടുകഥകളും നിർമ്മിത കഥകളും മറ്റുള്ളവർക്ക് സന്തോഷകരമായ വാക്കുകളും പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ അല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. സത്യ സുവിശേഷം പ്രസംഗിക്കുവാൻ, നിർമ്മതനായിരിക്കുവാൻ, ഉണർന്നിരിപ്പാൻ. ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ പ്രസ്താവിപ്പാൻ. ദൈവമക്കളെ, ദൈവവചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പഴയ കാലഘട്ടത്തിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭൂതശക്തികൾ ഇരിക്കാൻ കഴിയാതെ അവർ ഇറങ്ങിപ്പോയി. ദൈവവചനം കേട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി. ദൈവവചനത്തിന്റെ ശക്തി, ദൈവവചനത്തോടെ പ്രതികരിക്കുന്നവരായി നമ്മൾ മാറണം. ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. കാരണം ഹല്ലേലൂയ, ആ വചനമാണ്, ഹല്ലേലൂയ, ആ വചനത്തിൽ വരുന്നവരാണ് വിഷയങ്ങളുടെ നടുവിൽ നിവർന്നു നിൽക്കുന്നത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ മടങ്ങി വരണം. പ്രാർത്ഥനയിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, ദൈവത്തോട് സംസാരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലേക്ക് നമ്മൾ മടങ്ങി വരണം. കർത്താവ് ശിഷ്യന്മാരുടെ പറയുന്നൊരു കാര്യമുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവജനം പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നു പ്രാർത്ഥിക്കണം. പരസ്യ പ്രാർത്ഥനകളുടെ കാലമാണ്. 5, 10, 15, 20 മിനിറ്റ് പരസ്യമായി പ്രാർത്ഥിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പരസ്യ പ്രാർത്ഥനകളല്ല. ദൈവം ആഗ്രഹിക്കുന്നത് രഹസ്യ പ്രാർത്ഥനകളാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ദൈവജനമേ, തലമുറയെ പഠിപ്പിക്ക്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിന്റെ കോളേജുകളിൽ, സ്കൂളുകളിൽ ഇന്ന് പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ പോലും, അധ്യാപികമാർ പോലും ഡ്രഗിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. എവിടെ നിന്നാണ് പരീക്ഷ വരുന്നത്? ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? വെളിപ്പെടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിലകപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ തലമുറകൾ, നാം ഉൾപ്പെടെയുള്ളവർ രഹസ്യ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. യേശുശിഷ്യന്മാർ പറയാണ്, ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കണം. അതിനായി സമയങ്ങളെ വേർതിരിക്കണം. ദൈവത്തിലെ പരസ്യ പ്രാർത്ഥനകൾ, ഞാനിപ്പോ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ്. പരസ്യ പ്രാർത്ഥനകൾ ഒരു ടൈമുണ്ട്. 2 മിനിറ്റ് ആത്മാവ് പ്രേരിപ്പിച്ചാൽ 3 മിനിറ്റ്, അതിനപ്പുറം പരസ്യ പ്രാർത്ഥനകൾ പോകാൻ പാടില്ല. എന്നാൽ രഹസ്യ പ്രാർത്ഥനകൾ സമയമില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും നിനക്ക് പ്രാർത്ഥിക്കാം, എനിക്കും പ്രാർത്ഥിക്കാം, ആരും തടയത്തില്ല. എന്നാൽ പരസ്യമായ പ്രാർത്ഥനകളിൽ മറ്റു പല വിഷയങ്ങൾ, മറ്റു പല ശുശ്രൂഷകൾ നടക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ പാടില്ല. നാം തിരിച്ചറിയണം, നമുക്ക് പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പരീശന്മാരെ പോലെ പള്ളികളിലും തെരുക്കോടുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ അവരെ പോലെ ആകരുത്, നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യമായി അറയിൽ കിടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. സഹോദരിമാരോട് യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 1 ജോലിയല്ല 2 ജോലി ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അതിനപ്പുറത്ത് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി നിങ്ങളെക്കുറിച്ച്, രണ്ടാമത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി നിങ്ങൾ കരയണം. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കരയണം. ഈ ദിവസങ്ങളിൽ സമയമില്ലാതെ പോകരുത്. ഉപവസിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 2016 ദൈവം അനുവദിച്ചാൽ, ഈ കാലഘട്ടങ്ങൾ നോക്കിയാൽ, സമയങ്ങൾ നോക്കിയാൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഈ ലോക സംഭവങ്ങൾ നമുക്കെതിരായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, തലമുറകൾക്കെതിരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉപവാസ പ്രാർത്ഥനകൾക്ക് വേണ്ടി കൂടുതൽ സമയങ്ങൾ വേർതിരിക്കണം.
ഞാൻ അവസാനിപ്പിക്കാം. കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണം. ദൈവിക കൂട്ടായ്മ. ഈ കാലഘട്ടത്തിലെ പോലെ ചടങ്ങുകളല്ല കേട്ടോ. കൂട്ടായ്മകൾ. കൊട്ടാരത്തിലിരിക്കുന്ന ദാവീദിനും അധികാരത്തിലിരിക്കുന്ന ദാനിയേലിനുമൊക്കെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ദൈവത്തോടും മനുഷ്യരോടും കൂട്ടായ്മകൾ. അവരുടെ കൂട്ടായ്മകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. വ്യവസ്ഥ പ്രകാരമുള്ള കൂട്ടായ്മകൾ. അകത്തു കയ്പില്ലാത്തവരുടെ കൂട്ടായ്മകൾ. പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും ദ്വന്ദ്വപക്ഷവും അസൂയയും ഒന്നുമില്ലാത്ത കൂട്ടായ്മകൾ. വിഷയം വന്നപ്പോൾ ദാനിയേൽ പറഞ്ഞു, അവൻ വിളിപ്പിച്ചു ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ. അവർ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു എന്ന് പുസ്തകം പറയുന്നു. പ്രാർത്ഥിച്ചപ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം അവർക്ക് രഹസ്യങ്ങളെ വെളിപ്പെടുത്തി. നമ്മുടെ കൂട്ടായ്മകൾ അത്ഭുത വിടുതലായി മാറണം. കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണം. ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിന് ഉപയോഗിക്കുവാൻ ദൈവജനം തയ്യാറാകണം. ഞാൻ അവസാനിപ്പിക്കാം. ഉപദേശത്തിലേക്ക് ജനം മടങ്ങി വരണം. ഉപദേശത്തിലേക്ക്. രാജാവേ, നീ ഞങ്ങളുടെ അധികാരിയാണെങ്കിലും നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ നമസ്കരിക്കുവാൻ ഞങ്ങളുടെ ഉപദേശം ഞങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ ശദ്രക്കിനെ പോലെ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്, വീട് സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കീട് സമുദ്രത്തിലുമുള്ള യാതൊന്നിനെയും പ്രതിമയരുത് എന്നുള്ള ഉപദേശം ഞങ്ങളുടെ കയ്യിലിരിക്കെ, ദൈവത്തെ അല്ലാതെ വേറൊന്നിനെ കൂടുതൽ സ്നേഹിക്കരുത്, ദൈവത്തിലല്ലാതെ വേറൊന്നിനും ആശ്രയിക്കരുത് എന്നുള്ള ഉപദേശം ഞങ്ങളുടെ കയ്യിലിരിക്കെ, അതിന് വിരുദ്ധമായി ഞങ്ങളുടെ അധികാരി എഴുന്നള്ളിപ്പിക്കുന്ന വിഗ്രഹമാണെങ്കിലും അതിനു മുമ്പ് ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞ ഉപദേശിമാരെ പോലെ, ഉപദേശമുള്ള കുഞ്ഞുങ്ങളെ പോലെ, ഉപദേശത്തെ ഉറപ്പിക്കുന്ന ആലീയ കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളായാൽ നാലാമന്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. അടുത്തത് അവസാനമായി പറയട്ടെ, പ്രത്യാശയിലേക്ക് മടങ്ങി വരണം. നമുക്കൊരു പ്രത്യാശയുണ്ട് കുഞ്ഞുങ്ങളെ, ദൈവദാസിദാസന്മാരെ, ഒരു പ്രത്യാശയുണ്ട്. നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ അല്ലെന്ന് പുസ്തകം പറയുന്നു. നിങ്ങൾ പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? കർത്താവിന്റെ എല്ലാം വിവേചിച്ചു പഠിക്കുമ്പോൾ അത് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ പ്രത്യാശയിലേക്ക് നോക്കി പാർക്കുന്നവരായി നമ്മൾ മാറണം. ഏറെയായാൽ 80 വയസ്സ്. 80 വയസ്സിൽ ഈ ലോകത്ത് ജീവിക്കുന്ന, ഇന്ന് നമ്മൾ ജീവിക്കുന്ന അമേരിക്കയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. നാം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രസിഡന്റിനെ കുറിച്ച്, ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആലയ കാലാകാലങ്ങൾ പാർക്കുവാൻ പോകുന്ന ദൈവരാജ്യത്തെ കുറിച്ച് ദൈവജനത്തിന് എന്തറിയാം? അവിടുത്തെ നിയമത്തെ കുറിച്ച് എന്തറിയാം? ദൈവരാജ്യത്തെ കുറിച്ച് നമ്മുടെ തലമുറകൾക്ക് എന്തറിയാം? നമ്മുടെ സഭകൾക്ക് എന്തറിയാം? ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. അതൊരു പ്രത്യാശയാണ്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇസ്രായേലേ, നിങ്ങൾ മടങ്ങി വരണം. ദൈവജനമേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് നീ മടങ്ങി വരണം. എന്തിലേക്ക്? ദൈവ സാന്നിധ്യത്തിലേക്ക്. എന്തിലേക്ക്? ദൈവത്തിന്റെ അഭിഷേകത്തിലേക്ക്, ദൈവശക്തിയിലേക്ക്. എന്തിലേക്ക്? ദൈവവചനത്തിലേക്ക്. എന്തിലേക്ക്? പ്രാർത്ഥനയിലേക്ക്. എന്തിലേക്ക്? കൂട്ടായ്മയിലേക്ക്. എന്തിലേക്ക്? ഉപദേശത്തിലേക്ക്. എന്തിലേക്ക്? ദൈവിക പ്രത്യാശയിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2016 ഇനി ദൈവം അനുവദിച്ചാൽ, 2016 ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ദൈവം അനുവദിച്ചാൽ. എന്നാൽ അതിനു മുൻപ് ഞാനും നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കുക. 2016 നമ്മളെ അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ചെന്ന് കയറേണ്ടത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായിട്ടാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്, ഞാൻ നിൽക്കുന്ന ഇടത്തിന്റെ ദൈവമുണ്ട്, ഞാൻ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അത് അറിഞ്ഞനുഭവിച്ച് വിശ്വസിക്കുന്നവർ, അനുഭവമുള്ളവരായി നമുക്ക് മാറാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി വീണ്ടും കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒക്കലമാ പ്രേരണയിലൂടെ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂട്ടായ്മ കൂടുവന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന ഈ സമയം 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ ലഭിച്ച ഈ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിൽ ഭാഗവാക്കായി എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മടങ്ങി വരുവണം. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് കർത്താവെ ബോധ്യമായി ഞങ്ങളെ ഒന്ന് തിരുത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സഭയെ സഹായിക്കണം. അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഈ പ്രേരണ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദാസനെ കുടുംബമായി അനുഗ്രഹിച്ച്, എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിൽ അവരെ ദൈവകൃപയിലേക്ക് നിർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോട് വെളിപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന ബഹുമാന ദേവദാസനെ അനുഗ്രഹിക്കുന്നു. ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തി ജയത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. രോഗികളെ യേശുവിന്റെ അധികാരത്തിൽ സൗഖ്യമാക്കുന്നു. ഭൂതശക്തികൾ വിട്ടുമാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന എല്ലാ പോരുകളെ അഴിച്ചു കളയുന്നു. ദേശത്ത് വാഴുന്ന എല്ലാ ശക്തികളെ ഞങ്ങൾ കെടുത്തു കളയുകയാണ്. അവന്റെ പ്രവർത്തികളെ നിഷ്ഫലമാക്കുന്നു. ആത്മശക്തി കർത്താവെ ഞങ്ങളുടെ സഭകളിലൂടെ ദേശത്ത് വ്യാപരിക്കപ്പെടട്ടെ, കുടുംബങ്ങളിലൂടെ വ്യാപരിക്കപ്പെടട്ടെ, ഞങ്ങളിലൂടെ വ്യാപരിക്കപ്പെടട്ടെ. ഈ ദേശം യേശുവിനെ അറിയുവാനുള്ള അനുഭവങ്ങൾ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ.
അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഒരിക്കൽ കൂടെ താഴ്ത്തുന്നു. ഈ ശുശ്രൂഷ വെളിപ്പെട്ട മുഴു മഹത്വം യേശു കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളുമായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.